ഏറ്റവും പ്രിയമുള്ളവരെയും, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് സഭയിൽ നിന്ന് നൽകിയിരിക്കുന്നത്. കർത്താവും യഹൂദന്മാരും തമ്മിലുള്ള അല്ലറച്ചില്ലറ വാദഗതികളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് യഹൂദന്മാരുടെ കാപട്യത്തെയും അവരുടെ അസത്യപരമായ പ്രവൃത്തികളെയും ഒക്കെ വിമർശിക്കുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ സുവിശേഷ ഭാഗത്ത് കർത്താവ് നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട 3 ചിന്തകളുണ്ട്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. ക്രിസ്തുവിന് ശിഷ്യനാകുവാൻ ക്രിസ്തു മുൻപോട്ട് വെക്കുന്ന അതിപ്രധാനമായ ഒന്നാണ് ക്രിസ്തുവിന്റെ വചനം കേട്ട് അതിൽ നിലനിൽക്കണം. വേദപുസ്തകത്തിൽ അനേക സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിന്, ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നതിന്, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നതിന് മനുഷ്യ ജീവിതത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അനേക സന്ദർഭം കർത്താവ് നമ്മളോട് ഉപദേശിക്കുന്നത് കാണുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയും, ആരാ ബുദ്ധിയുള്ള മനുഷ്യൻ? പാറമേൽ വീട് പണിത മനുഷ്യനാണ് ബുദ്ധിയുള്ള മനുഷ്യൻ. ആരാ പാറമേൽ വീട് പണിത മനുഷ്യൻ? ദൈവത്തിന്റെ വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവരാണ് ബുദ്ധിയുള്ള മനുഷ്യൻ. അപ്പൊ ദൈവവചനം ഓരോ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളവും വിശുദ്ധിയിൽ ജീവിക്കുവാനും ക്രിസ്തുവിന് ശിഷ്യനാകുവാനുമുള്ള ഒരു മാർഗമാണ്. പ്രിയ സഹോദരങ്ങളെ, നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നവരാണ്, നാം ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരാണ്. പക്ഷേ നാം ദൈവത്തിന്റെ വചനത്തിൽ ജീവിക്കുന്നവരാണോ? അതാണ് പ്രധാന ചോദ്യം. ദൈവവചനം സ്വീകരിക്കുക എളുപ്പമാണ്, പക്ഷെ ദൈവവചനം ജീവിക്കുക അത്ര എളുപ്പമുള്ള കാര്യം അല്ല. പഴയ നിയമവും പുതിയ നിയമവുമായിട്ട് നാം തട്ടിച്ചു നോക്കാമെങ്കിൽ നമുക്ക് തോന്നും പഴയ നിയമം വളരെ ക്രൂരമായ നിയമങ്ങളാണ് പലപ്പോഴും അവരുടെ മുൻപിൽ അടിച്ചേൽപ്പിച്ചത് നമുക്ക് തോന്നും. പക്ഷേ വചനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പഴയ നിയമത്തിൽ നിന്നും വളരെ 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 വ്യത്യസ്തമായിട്ട്, വളരെ ആഴമായിട്ട് തമ്പുരാൻ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ദൈവീകമായ ഒരു നീതിയും ദൈവികമായ ഒരു വിശ്വാസവും ദൈവികമായ ഒരു വിശുദ്ധിയും നാം കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ മത്തായിയുടെ സുവിശേഷത്തെ വായിച്ചു നോക്കണം. അവിടെ കർത്താവ് പഴയ നിയമത്തെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് അതിനെ പുതുക്കി, അതിനെ നവീകരിച്ച് അതിന് പുതിയ അർത്ഥം നൽകുന്ന നാം കാണാനായിട്ട് സാധിക്കും. അപ്പൊ വചനം ജീവിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ഉദാഹരണം, കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, കൊല്ലരുത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പഴയ നിയമത്തിലെ 10 കൽപ്പനകളിൽ ഒന്നാണ് കൊല്ലരുത്. എന്നാൽ കർത്താവ് പറയുകയാണ്, സഹോദരനോട് കോപിക്കുന്നവൻ കൊലപാതകിയാണ്. അപ്പൊ പഴയ നിയമം പാലിക്കാനാണോ എളുപ്പം? പുതിയ നിയമം പാലിക്കാനാണോ എളുപ്പം? പഴയ നിയമത്തിൽ കൊല എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പാപമാണ്, അതൊരു പ്രവൃത്തിയാണ്. എന്നാൽ അതിലേക്ക് എത്രയോ ആഴമുള്ള ഒരു ചിന്തയാണ് കർത്താവ് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ കൊലപാതകിയാണ്. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ പഴയ നിയമം പറയും, വ്യഭിചാരം ചെയ്യരുത്, അതൊരു പ്രവൃത്തിയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് പറയുകയാണ്, ആസക്തിയോട് സ്ത്രീയെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഇത്ര വ്യത്യസ്തമെന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിലാണ്, നിന്റെ ഹൃദയത്തിലാണ് ഇതിൻ്റെ എല്ലാം ആസ്ഥാനം. അപ്പൊ ദൈവത്തിന്റെ വചനം നാം യഥാർത്ഥത്തിൽ ജീവിക്കണം. അത് കേട്ടാ പോരാ. യാക്കോബ് പറയുന്ന പോലെ നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. വെറും വചനത്തിന്റെ കേൾവിക്കാരായിരിക്കുന്നുണ്ട് ആയിരങ്ങൾ, 10,000, ലക്ഷങ്ങൾ ഓടിക്കൂടും ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിൽ.
മണിക്കൂറുകളിൽ ദൈവത്തിന്റെ വചനം കേൾക്കും. പക്ഷെ പലപ്പോഴും എന്താണ് കേട്ടതെന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം അത് പ്രാവർത്തികമാക്കുവാൻ അവർക്ക് പദ്ധതിയില്ല. ദൈവവചനം ജീവിക്കാതെ ക്രിസ്തുവിന് ശിഷ്യനായി തീരുവാൻ ആർക്കും സാധിക്കത്തില്ല. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എത്രയോ ദൈവത്തിന്റെ വചനങ്ങൾ എനിക്ക് കാണാതറിയാം, പക്ഷെ ആ ദൈവത്തിന്റെ വചനത്തിന് എന്നെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? പക്ഷെ ഓർത്തുകൊള്ളണം, ഒറ്റ തിരുവചനം വിശുദ്ധരാക്കിയ അനേക മനുഷ്യർ ലോകത്തിലുണ്ട്. ഒരു ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസ് സേവ്യരോട് ചോദിച്ചു, മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്ക് എന്ത് പ്രയോജനം? ആവർത്തിച്ച് 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 ഈ വചനം ഫ്രാൻസിസ് സേവ്യർ കേട്ടപ്പോഴും ഫ്രാൻസിസ് സേവ്യറിന് വിശുദ്ധനാകാതിരിക്കുവാൻ സാധിച്ചില്ല. ഇഗ്നേഷ്യസ് ഓഫ് ലയോളയോട് ദൈവം ചോദിച്ചു, യജമാനനെ ശുശ്രൂഷിക്കുന്നതോ ദാസനെ ശുശ്രൂഷിക്കുന്നതോ ഏതാ നല്ലത്? ആവർത്തിച്ച് കേട്ട തിരുവചനത്തിന് ഉത്തരം പറയാതിരിക്കുവാൻ ലയോള പുണ്യവാൻ സാധിച്ചില്ല. മഹാഭാവിയായ ക്രിസ്തുവിനോട് കർത്താവ് ചോദിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു, രാത്രി കഴിയാറായി, പകൽ വന്നിരിക്കുന്നു, പകലിന് യോജിച്ച വിധം ജീവിക്കുക. തന്റെ രാത്രിയുടെ എല്ലാ പ്രവൃത്തികളും ഉപേക്ഷിച്ച് പകലിന് യോജിച്ച വിധം ജീവിക്കുവാൻ അവൻ തയ്യാറായി. ശൗൽ എന്ന മനുഷ്യനോട് ദൈവം ചോദിച്ചു, നീ എന്തിനാ എന്നെ പീഡിപ്പിക്കുന്നത്? ശൗലേ, ശൗലേ, നീ എന്തിനാ എന്നെ പീഡിപ്പിക്കുന്നത്? തിരുവചനങ്ങള് എത്ര പേരെ വിശുദ്ധരാക്കി. എന്താ കാരണം? ആ തിരുവചനം അവിടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ചെന്നു. യെശയ്യാ പറയും, 60-ാം അധ്യായത്തിൽ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും അതനുസരിച്ച് ഭക്തിയോട് വചനം ശ്രവിക്കുന്നവനാണ് മാറ്റം സംഭവിക്കുന്നത്. അവനിലാണ് പരിവർത്തനം ഉണ്ടാകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിന്റെ വചനത്തെ ജീവിക്കുവാനുള്ള വലിയ കൃപ തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് ഈ തിരുവചനം പറയുകയാണ്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യോഹന്നാൻ പറയും, ഞാനാണ് വഴിയും സത്യവും ജീവനും. പീലാത്തോസ് കർത്താവിനോട് ചോദിച്ചു, എന്താണ് സത്യം? അത് എന്താണ് സത്യം? യേശുവാണ് സത്യം. ലോകത്തിലേക്ക് അവതാരം ചെയ്ത ഏക വ്യക്തി യേശു, അതാണ് സത്യം. ആരേശുവിനെ അറിയുന്നുവോ, ആരേശുവിൽ വിശ്വസിക്കുന്നുവോ, ആ യേശു അവനെ സ്വതന്ത്രനാക്കും. അവന്റെ എല്ലാ കെട്ടുകളും അവൻ പൊട്ടിക്കും. അവന്റെ വാഗ്ദാനമാണ്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, കുരുടർക്ക് കാഴ്ചയും, ചെകിടർക്ക് കേൾവിയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് വിടുതലും, എല്ലാവർക്കും സ്വീകാര്യമായ വത്സരം പ്രസംഗിക്കുവാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യം വേണമോ? യേശുവിലേക്ക് എത്തണം. നിന്റെ ശാരീരിക ബന്ധനങ്ങൾ അഴിയണം. കുരുടം മാറണോ? നിനക്ക് കാഴ്ച കിട്ടണോ? നിനക്ക് കേൾവി കിട്ടണമോ? നിന്റെ ബുദ്ധിക്ക് വെളിച്ചം കിട്ടണമോ? നീ യേശുവിനെ അറിയണം. നിന്റെ എല്ലാ ശാരീരിക ബന്ധനങ്ങളും അഴിച്ചു കളയുവാൻ കഴിവുള്ളവൻ ദൈവം മാത്രമാണ്. നിന്റെ എല്ലാ മാനസിക ക്ലേശങ്ങൾ, നീ വിഷണ്ണനാണോ, ദുഃഖിതനാണോ, അതെ, നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങളുണ്ടോ, അതെല്ലാം തിരികെ കഴിവുള്ളവൻ യേശു മാത്രമാണ്. നിന്റെ എല്ലാ പാപങ്ങൾക്കും പരിഹാരം യേശു മാത്രമാണ്. പ്രിയ സഹോദരങ്ങളെ, സ്വാതന്ത്ര്യം വേണമെങ്കിൽ യേശുവിനെ മുറുക്കി പിടിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അന്ധകാരം പോകണമെങ്കിൽ വെളിച്ചം വരണം. വെളിച്ചം വരാതെ ആർക്കും അന്ധകാരത്തിൽ നിന്നും മുക്തി നേടുവാൻ സാധിക്കത്തില്ല. കർത്താവാണ് നമ്മുടെ ഓരോരുത്തരുടെയും സത്യം. സത്യം അറിയുകയും സത്യം ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സ്വതന്ത്രരാകുവാൻ സാധിക്കുന്നത്. കർത്താവ് പറയും, പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാണ്. പിശാചിനോട് കൂട്ടുകൂടുന്നവൻ പിശാചിന്റെ അടിമയാണ്. അപ്പോൾ സ്വാതന്ത്ര്യം വേണമെങ്കിൽ ആ സ്വാതന്ത്ര്യം തരുവാൻ കഴിവുള്ള എൻ്റെ അടുക്കിലേക്ക് നമ്മൾ പോകണം.
സ്വയമേ നമുക്കാർക്കും സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ സാധിക്കത്തില്ല. കർത്താവ് പറയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പോൾ യേശുക്രിസ്തു തന്നെയാണ് സത്യം. യേശുക്രിസ്തു തന്നെയാണ് ഈ സ്വാതന്ത്ര്യം നമുക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നത്. അതെ, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. ഉൽപ്പത്തി പുസ്തകം പരിശോധിച്ചു നോക്ക്. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ സാധിക്കും, ദൈവത്തിന്റെ പൂർണ്ണതയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ രൂപത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ ആത്മാവോടുകൂടിയാണ് ദൈവം അവനെ സൃഷ്ടിച്ചത്. പക്ഷെ എപ്പോൾ പാപം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുപോ, അപ്പോൾ അവൻ സാത്താന് അടിമയായി. അവനെല്ലാം സമാധാനം പോയി, അവനെല്ലാം സ്വസ്ഥത പോയി. അവൻ നഗ്നനാണെന്നൊരു ബോധ്യമായി. അവൻ ഭയവിഹ്വലനായി. അവൻ ഒളിച്ചിരിക്കുവാൻ തീരുമാനിച്ചു. നോക്കിക്കേ, എന്തെല്ലാം വിപത്തുകളാണ് അടിമത്വത്തിനുണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക. അടിമ ഒരിക്കലും സ്വതന്ത്രനല്ല. അടിമ എപ്പോഴും യജമാനന്റെ കാൽക്കൽ കിടക്കേണ്ടവനാണ്. പിശാചാണ് പാപത്തിന്റെ യജമാനൻ. പാപത്തിന് അടിമയാകുന്നവൻ പിശാചിന്റെ അടിമയാണ്. പിശാച് വരുന്നത് എന്തിനാ? കൊല്ലാനും കവർച്ച ചെയ്യാനും നശിപ്പിക്കാനും ഒക്കെയാണ് സാത്താൻ വരുന്നത്. സാത്താൻ നുണയനാണ്, നുണയന്റെ പിതാവാണ്. അവൻ ആദ്യം മുതലേ നുണ മാത്രം പറയുന്നവനാണ്. ഈ ബോധ്യം നമുക്കുണ്ടാകണം. ഈ സ്വാതന്ത്ര്യം വേണം. കർത്താവ് പറയുകയാണ്, പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാണ്. പക്ഷേ യഹൂദന്മാർ പറയും, ഞങ്ങൾ ആരുടെ അടിമയൊന്നുമല്ല, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. കർത്താവോട് പറയും, എനിക്കറിയാം നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, പക്ഷേ നിങ്ങൾ സാത്താന് ചേർന്ന വിധത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, എല്ലാ പാപവും മരണകാരണമാണ്. സ്വയം മരിക്കലാണ് പാപങ്ങളെ തിരിച്ചറിയുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. യേശു ഏകരക്ഷകനല്ലാതെ നമുക്ക് ആർക്കും ഈ സ്വാതന്ത്ര്യം തരുവാനായിട്ട് സാധിക്കത്തില്ല. തന്റെ 3 വർഷക്കാലത്തെ പരസ്യ ജീവിതത്തിൽ അനേക മനുഷ്യർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ യേശുവിന് സാധിച്ചു. 7 പിശാചുക്കൾ ഉണ്ടായിരുന്ന മഗ്ദലേന മറിയത്തിന് പോലും രക്ഷ നേടിക്കൊടുക്കുവാൻ യേശുവിന് സാധിച്ചെങ്കിൽ ഓർത്തുകൊള്ളുക, നമ്മെ ഒറ്റയാളുകളെ പോലും ദൈവം ഉപേക്ഷിക്കില്ല. നമ്മുടെ ചെറിയൊരു മനസ്സ് മതി തമ്പുരാനെ എന്നൊന്ന് വിളിക്കാൻ, കരുണയായിരിക്കണമേ എന്നൊന്ന് വിളിക്കാൻ. നല്ല കള്ളൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നിന്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. അടുത്ത നിമിഷത്തിൽ യേശുവിനോട് പറഞ്ഞു, ഇനി നീ എന്നോട് കൂടി പ്രതീസായിലായിരിക്കും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. നമ്മൾ അടിമത്വത്തിലാണോ ജീവിക്കുന്നത്? സ്വാതന്ത്ര്യത്തിലാണോ ജീവിക്കുന്നത്? ദൈവാധിഷ്ഠിതമായിട്ടാണോ ജീവിക്കുന്നത്? വെറും വചനത്തിന്റെ കേൾവിക്കാരാണോ നമ്മൾ? പാപത്തിനടിമയാണോ? ഏതെങ്കിലും പാപത്തിന് അടിമയാണോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്ത് നോക്കാം. കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം, അന്ധകാരത്തിൽ നിന്ന് പൂർണ്ണമായും വെളിച്ചത്തിലേക്ക് ഒരു സ്വാതന്ത്ര്യം. കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് നീങ്ങി നിൽക്കാം. മഗ്ദലേന മറിയത്തെ പോലെ, സഖ്യമുസിനെ പോലെ, അഗസ്തീനോസിനെ പോലെ, ശൗലിനെ പോലെ ഒരു പുതിയ ജീവിതത്തിന്റെ ഉടമയാകുവാൻ കൃപയ്ക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിന് ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നിന്റെ കുറവ് നീ കണ്ടുപിടിക്കണം. നീ അന്ധകാരത്തിലാണോ വെളിച്ചത്തിലാണോ നീ കണ്ടുപിടിക്കണം. നീ അന്ധകാരത്തിലാണെങ്കിൽ മാത്രമേ അന്ധകാരത്തിൽ നിന്നും ഒരു വിടുതലിന് വേണ്ടി നിനക്ക് ആഗ്രഹിക്കുവാൻ സാധിക്കത്തുള്ളൂ. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തീക്ഷ്ണമായി ആഗ്രഹിക്കണം. ഒരു വിടുതൽ വേണം, ഒരു സ്വാതന്ത്ര്യം വേണം. യേശുവിന്റെ അടുക്കലേക്ക് മാത്രം ചെന്നെങ്കിലേ സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. മുടിയനായ പുത്രന്റെ കഥയിൽ നമുക്കറിയാം, മാസങ്ങളോളം പന്നിക്കുള്ളിൽ കിടന്നവനായ ആ മകന് എപ്പോഴാണ് തിരിച്ചു വരാൻ തോന്നിയത്? സുബോധം വന്നപ്പോഴാണ്. ഞാൻ പന്നിക്കുഴിയിലാണെന്ന് ബോധ്യം വന്നപ്പോഴാണ്. പാപങ്ങളെ തിരിച്ചറിയണം, സുബോധമുണ്ടാകണം, എന്നിട്ട് ഏറ്റു പറയണം, ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്, ഞാൻ അടിമത്വത്തിലാണ്. കണ്ണടച്ചിരുട്ടാക്കരുത്. കർത്താവിന്റെ കരുണയിലേക്ക് തിരിയുവാൻ മനസ്സുണ്ടാകണം. അതെ, ഒന്നാമത് എന്റെ കുറവ് കണ്ടുപിടിക്കണം. രണ്ടാമത് തമ്പുരാന്റെ അടുക്കിലേക്ക് തിരിയുവാനായിട്ട് സാധിക്കണം. തിരിച്ചു വരവിന് തയ്യാറാകണം.
ഇരിക്കുന്നിടത്ത് ഇരിക്കരുത്, കിടക്കുന്നത് കിടക്കരുത്, ചെളിക്കുണ്ടിൽ കിടന്ന് ഉരുളരുത്. മറിച്ച് എഴുന്നേറ്റ് തമ്പുരാന്റെ അടുക്കിലേക്ക് വരുവാൻ തയ്യാറാകണം. മൂന്നാമതായിട്ട് സമ്പൂർണമായി അവന്റെ മുമ്പിൽ സമർപ്പിക്കണം. ഞാൻ മഹാപാപിയാണ്, കരുണയായിരിക്കണമേ, മഹാപാപിയാണ്, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. വെളിച്ചം കിട്ടിയെങ്കിൽ മാത്രമേ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധിയിലായി തീരുവാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളെല്ലാ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അമ്മേ പരിശുദ്ധ ദൈവമാതാവും ഇതിനൂടെ എല്ലാ കൃപയും അനുഗ്രഹവും തന്ന് എല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.